വാഴ 2 റിലീസ് ചെയ്ത് 4 ദിവസത്തിനകം തന്നെ 60 കോടിയിലധികം കളക്ഷൻ നേടി ഈ പടം ഗംഭീരമായിട്ട് തിയേറ്ററിൽ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് റിയാക്ഷൻ ചെയ്യുന്നത് കണ്ടു. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഹാഷിറാൻ ടീമുണ്ട്, അലൻ ടീമുണ്ട്, അങ്ങനെ എല്ലാവരും അതിഗംഭീരമായിട്ട് ഈ സിനിമയ്ക്കകത്ത് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതിലെ സീനിയർ ആക്ടേഴ്സിനെയാണ്. അതായത് നമ്മുടെ ബിജുക്കുട്ടൻ ചേട്ടൻ എന്ത് രസകരമായിട്ടാണ് അദ്ദേഹം ആ ക്യാരക്ടർ ചെയ്തതല്ലേ. ബിജുക്കുട്ടൻ ചേട്ടൻ ഇങ്ങനെ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ക്യാരക്ടറെ മോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് ഈ സിനിമയ്ക്ക് മുമ്പ് ആരെങ്കിലും ചിന്തിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമാണ്. അതുപോലെ സുധീഷ് ചേട്ടൻ ഗംഭീരമായിട്ട് അദ്ദേഹത്തിന്റെ റോള് ചെയ്തിട്ടുണ്ട്. എന്ത് രസകരമായിട്ടാണ് ആ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുപോലെ വിനോദ് കൈപ്പമംഗലം ചേട്ടൻ അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് വിനോദ് ചേട്ടൻ ചെയ്ത ഒരു റോൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അച്ഛനെ, അതായത് മക്കളെ ഗൾഫിലേക്ക് അയക്കുന്ന ഒരു അച്ഛൻ, എന്ത് രസകരമായിട്ടാണ് അദ്ദേഹം ചെയ്തത്. ഇതിനൊക്കെ ഈ സിനിമയുടെ എസൻസ് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു കഥയുടെ മൊത്തം ഒരു സത്ത് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അൽഫോൺസ് പുത്രൻ, ഡയറക്ടർ അൽഫോൺസ് പുത്രനാണ്. ആ ഒരു പോലീസ് ക്യാരക്ടർ എങ്ങനെയായിരിക്കണം പോലീസ് ഒരു സമൂഹത്തിൽ ഇടപെടേണ്ടത് എന്നുള്ള ഒരു നേർക്കാഴ്ച എന്നതിലുപരി ഈ സിനിമയുടെ മൊത്തം ഒരു നമ്മൾ പറയില്ല ആ ഒരു സത്ത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനകത്തുണ്ട്. അദ്ദേഹം പറയുന്ന ഓരോ ഡയലോഗും ഈ സിനിമ വളരെ കോമഡി ആയിട്ട് പോകുമ്പോഴും അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഈ ഒരു വിഷയത്തെ ആ ക്യാരക്ടർ അൽഫോൺസ് പുത്രൻ അല്ലാതെ വേറൊരാൾ ആപ്റ്റ് ആവില്ല എന്ന് തോന്നി. അപ്പൊ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് ഏട്ടൻ, അതുപോലെ തന്നെ എഴുത്തുകാരൻ കൂടിയായ വിപിൻ ദാസ്, ഡയറക്ടർ സവിനസ്, ഇവരുടെ ഈ ഒരു അതുപോലെ ടെക്നിക്കലി മ്യൂസിക് എല്ലാം അടിപൊളിയായിട്ടുണ്ടെങ്കിലും ഈ ഒരു കാസ്റ്റിംഗ് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഈ ഒരു പുതുമുഖ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കൂടെ ഈ സീനിയേഴ്സിന്റെ, അതും കോമഡി ചെയ്ത് നമ്മളെ ചിരിപ്പിച്ചിരുന്ന ഇവര്, അല്ലെങ്കിൽ കോമഡി ആക്ടേഴ്സ് സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അത് നമ്മളെ ടച്ച് ചെയ്യും. അപ്പോൾ ഇവരുടെ ഒരു പുതിയ ഒരു മുഖം കൂടി ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു.